നമ്മൾ ഇതേപോലെ തന്നെ വേറെ ഒരിടത്തും ഈ ഇഡിയംസ് പഠിച്ചപ്പോഴായിരുന്നു തോന്നുന്നു, അവിടെ നമ്മൾ കണ്ടായിരുന്നു ഡിഫറൻസ്. എന്താണ് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായ്മ. ദെൻ ഫ്ലാറ്ററി എന്തായിരുന്നു? ഒരു മിനിറ്റ്. ഓക്കെ, ഫ്ലാറ്ററി എന്തായിരുന്നു? മുഖസ്തുതി പറയുക അല്ലെ, ഓവറായിട്ട് പ്രൈസ് ചെയ്യുക. ദെൻ അബ്രഗേറ്റ് എന്തായിരുന്നു? റിപ്പീൽ ചെയ്യുക, റദ്ദാക്കുക. ഇന്റർപ്രിഡ്, ഫിയർലെസ്, പേടിയില്ലാത്തത്. സോ ഒബ്നോഷ്യസ് ഈസ് ഡിസ്കസ്റ്റിംഗ്, കവനന്റ് കോൺട്രാക്ട്, ഡെഫറൻസ് റെസ്പെക്ട്, അബ്രഗേറ്റ് റിപ്പീല്, ഇന്റർപ്രിഡ് ഫിയർലെസ്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് ഗ്രാൻഡ്. അതെന്തായിരുന്നു? മാഗ്നിഫിസൻസ് ആയിരുന്നു, എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, എക്സ്ട്രാ ഓർഡിനറി, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. ദെൻ അഡ്മിറേഷൻ നമുക്കറിയാം, ഒരു എന്താണ്, ഒരു 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 വാം റെസ്പെക്ട്. ദെൻ ഹാപ്പിനെസ്, സന്തോഷം. ഓ എന്തായിരുന്നു? ഓ അമേസ്മെന്റ്, വണ്ടർ. ഓക്കെ. ദെൻ ഡ്വിൻഡിൽ, ഒരു ഇമ്പോർട്ടന്റ് വേർഡ് ആണ് ഡ്വിൻഡിൽ, കുറയുക, റെഡ്യൂസ്. ബാക്കി എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനിഷ്യൽ, ഒറിജിൻ, ബിഗിനിങ്, ഇതെല്ലാം തുടങ്ങുക എന്നുള്ളൊരു അർത്ഥമാണ്. ഡിൻഡിലാണ് കുറഞ്ഞു പോവുക. ഓപ്പോസിറ്റ് വേർഡ് ഒന്നും അല്ല, പക്ഷെ മീനിങ് ഏകദേശം ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ഏകദേശം ഒരേ മീനിങ് ആയതുകൊണ്ട്. ദെൻ കൊളോസൽ. കൊളോസൽ എന്ന് വെച്ചാൽ ജൈജാന്റിക്, ഭയങ്കര വലുത്, ഇനോർമസ്. ഓക്കെ. വിഗറസ് എന്ന് പറഞ്ഞാൽ എനർജറ്റിക് തന്നെയാണ്. വിഗറസിന്റെ സിനോണിമാണ് എന്ത്? എനർജറ്റിക്, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള. ദെൻ പാരഡോക്സ് എന്തായിരുന്നു? പാരഡോക്സ് ഇസ് എ പസിൽ. ദെൻ പ്രോളിഫറേറ്റ്, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ സ്റ്റിപ്പുലേറ്റ് എന്തായിരുന്നു? സ്റ്റിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേറ്റ് ക്ലിയർലി, വ്യക്തമായി പറയുക, അല്ലെങ്കിൽ വ്യക്തമായിട്ട് സ്റ്റേറ്റ് ചെയ്യുക, സ്പെസിഫൈ ചെയ്ത് പറയുക. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇഡിയംസ് പോയായിരുന്നു. ഇഡിയംസിന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ഇഡിയം എന്തായിരുന്നു? നിങ്ങൾക്ക് കേൾക്കാറോ അല്ലേ? സൗണ്ട് ഓക്കെ ആണല്ലോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ. സോ അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ എ ക്ലൗഡ് മീൻസ് അണ്ടർ സസ്പിഷ്യൻ, സംശയത്തിന്റെ നിഴലിൽ എന്നുള്ളതാണ് മലയാളം. അണ്ടർ എ ക്ലൗഡ്. ഇഡിയംസ് എന്തായിരുന്നു? പഴഞ്ചൊല്ലുകളാണ്. ഓക്കെ. നമ്മളെ മലയാളത്തിലുള്ള പോലെ ഇംഗ്ലീഷിലെ പഴഞ്ചൊല്ലുകൾ. നെക്സ്റ്റ്, ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഉപകാരം ഇല്ലാത്തൊരു കാര്യം ചെയ്യുക. വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട്. യൂസ്ലെസ് ആയിട്ടുള്ള കാര്യത്തിൽ എഫേർട്ട് ഇട്ട് ടൈം വേസ്റ്റ് ചെയ്യുക. ചത്ത ഒരു കുതിരക്കിട്ട് പിന്നെ അത് മുന്നോട്ട് പോകാൻ അടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. വി ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഓക്കെ. ദെൻ എന്തായിരുന്നു? ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് വെച്ചാൽ റിഗാർഡ് വിത്ത് കണ്ടന്റ്, അല്ലെങ്കിൽ ബി ഇൻഡിഫറന്റ്, രണ്ടും സെയിം ആണ്. എന്ന് വെച്ചാൽ അവഗണിക്കുക, താല്പര്യം കാണിക്കാണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. വി ഷുഡ് ലുക്ക് ഡൗൺ അപ്പോൺ ദ റെസ്റ്റ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഈ ദയനീയ അവസ്ഥയിൽ നമ്മൾ അത് പരിഗണിക്കാതിരിക്കണം, അല്ലെങ്കിൽ അതിനെ അവഗണിക്കരുത് എന്നുള്ളൊരു മീനിങ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിലുള്ളത്. പക്ഷെ നമ്മുടെ ഇഡിയം എന്ന് പറയുന്ന അവിടെ ലുക്ക് ഡൗൺ അപ്പോൺ ആണ്. ഓക്കെ. ദെൻ അടുത്ത പഠിച്ച എന്തായിരുന്നു? ഫേസ് ദ മ്യൂസിക്. ഫേസ് ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിപ്രിമാൻഡഡ് എന്ന് വെച്ചാൽ വഴക്ക് കേൾക്കുക. ഗെറ്റ് സ്കോൾഡഡ്. സ്കോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? SCOLD, സ്കോൾഡ്, വഴക്ക് പറയുക എന്നുള്ള അർത്ഥമാണ്. സോ ഗെറ്റ് റിപ്രിമാൻഡഡ് അല്ലെങ്കിൽ ഗെറ്റ് സ്കോൾഡ്, അതാണ് ഫേസ് ദ മ്യൂസിക്. ഓക്കെ. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇരുന്ന് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇത് നമ്മളെ ഒരു റിവിഷൻ ആണ്, ജസ്റ്റ് റിവിഷൻ. ദെൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്താണ്? ഇറഗുലർലി. നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആയിട്ടല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ദേ സെൽഡം ഷോ ഗുഡ് റിസൾട്ട്സ്. ഗുഡ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇറഗുലർലി പഠിച്ചു കഴിഞ്ഞാൽ. ഇന്ന് പഠിച്ച് നാളെ പഠിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ ഇറഗുലർലി. ദെൻ ഇനഫ് റോപ്പ് എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞു, നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ആ ഓഫീസിൽ ആദ്യത്തെ കുറെ നാളുകളിൽ ഇനഫ് റോപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ഫ്രീഡം ആണ്. നമുക്ക്
നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് അല്ലാണ്ട് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ്, നമുക്ക് മിസ്റ്റേക്സ് ചെയ്ത് പഠിക്കാനുള്ള കേസസ് ഒക്കെ ആയിരിക്കും തരിക, അല്ലെങ്കിൽ അങ്ങനത്തെ പണികളൊക്കെ ആയിരിക്കും നമ്മളെ ഏൽപ്പിക്കുക. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്, ഇനഫ് റോപ്പ് അല്ലെങ്കിൽ ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ. ഓക്കെ, ഇത്ര ഇഡിയംസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് കുറച്ച് വൺ വേർഡ്സ് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഡിയംസിലോട്ട് തിരിച്ചു വരാം. അതായത് കുറച്ച് പ്രീവിയസ് ഇയറും അതേപോലെ തന്നെ അല്ലാത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോട് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വൺ വേർഡ്സ് ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണ്. ചില ചില കുറച്ച് നീണ്ട വാക്കുകൾക്ക് ഒരു ഒറ്റ വാക്കുണ്ടാവും. അങ്ങനെയുള്ള വാക്കുകളാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ എയ്തർ ആ നീളമുള്ള വേർഡ് ആയിരിക്കും തരിക, നമ്മൾ അതിന്റെ വൺ വേർഡ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വൺ വേർഡ് ആയിരിക്കും തരിക, നമ്മൾ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ കുറച്ച് വൺ വേർഡ്സ് പഠിക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വൺ നോക്കിയേ. ഇതിനകത്ത് കുറെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും മിനിമം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇത് ഒന്ന് കവർ ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പൊ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട വൺ വേർഡ്സ് ആണ് ഇത് എന്തായാലും നമ്മൾ പഠിക്കണം. ഇത് നമുക്ക് എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ് എന്ന് വെച്ചാൽ സഹജീവികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് കൂടുതൽ സ്നേഹമുള്ള ആൾക്കാർ, കൂടുതലായിട്ട് ചാരിറ്റി ചെയ്യുക, ആൾക്കാരെ സഹായിക്കാനൊക്കെ ആയിട്ടുള്ള സന്നദ്ധത കാണിക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരെ പറയുന്ന പേരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ രത്തൻ ടാറ്റയെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹം മികച്ച ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ബിക്കോസ് ഹി ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അപ്പൊ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ് ഈസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ്. നെക്സ്റ്റ് വൺ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റഡി ഓഫ് ഏൻഷ്യൻ തിങ്സ്. ഓക്കെ, എന്താണ് പുരാതന കാലഘട്ടത്തിലെ, ഒന്നെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വസ്തുക്കളെ കുറിച്ച് ഒക്കെ പഠിക്കുന്നതിന് പറയുന്ന പേരെന്താണ്, ആർക്കിയോളജി. ആ പഠനത്തിന് പറയുന്ന പേരാണ് ആർക്കിയോളജി. ഓക്കെ, പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കുക, ആർക്കിയോളജി. ഓക്കെ, അറിയായിരിക്കുമല്ലോ. ഈ ആർക്കിയോളജിയുടെ ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെച്ചോണം. ആർക്കിയോളജിയുടെ സ്പെല്ലിങ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. Then a person who knows many languages, പല ലാംഗ്വേജസ് സംസാരിക്കാനുള്ള കഴിവുള്ള ആളെ പറയുന്ന പേരാണ് പോളിഗ്ലോട്ട്. ഓക്കെ, നമുക്കിപ്പോ മലയാളം കൂടാണ്ട് വേറെ ലാംഗ്വേജ് കൂടെ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരു പോളിഗ്ലോട്ട് ആണ്. പറയാൻ മാത്രമല്ല, ആ ലാംഗ്വേജിൽ അത്യാവശ്യം അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഉള്ള കഴിവുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അയാളെ പറയുന്ന പേരാണ് എന്ത്, പോളിഗ്ലോട്ട്. കൂടുതൽ, പോളിഗ്ലോട്ട്. ഓക്കെ, എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ് ഹിസ് എ പോളിഗ്ലോട്ട്. ദെൻ അടുത്ത നോക്കിയേ, എ പേഴ്സൺ ഹു കമ്പൈൽസ് ഡിക്ഷണറീസ് കമ്പൈൽ ചെയ്യുന്ന ആൾക്കാർ, ഡിക്ഷണറീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരെന്താ പറയാ, ലെക്സിക്കോഗ്രാഫർ. ഡിക്ഷണറീസ് കമ്പൈൽ ചെയ്യുന്ന ആൾക്കാർ. Then a handwriting that cannot be read. അതെന്താണ്, ഒരു മിനിറ്റ്. ഓക്കെ, വായിക്കാൻ കഴിയാത്ത ഹാൻഡ് റൈറ്റിംഗ്. നമുക്ക് വായിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെന്ത് പറയും, ഇല്ലെജിബിൾ. വായിക്കാൻ കഴിയില്ല, ഇല്ലെജിബിൾ. എഴുതി വെച്ചിരിക്കുന്ന വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ എഴുതിയ നോട്ട്സ് നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ നോട്ട്സ് എന്താണ്, ഇല്ലെജിബിൾ ആണ്. നിങ്ങൾക്കും വായിക്കത്തില്ല, വേറൊരാൾക്കും ഒട്ടും വായിക്കത്തില്ല. ദാറ്റ് ഈസ് ഇല്ലെജിബിൾ. ഓക്കെ, എ പേഴ്സൺ ഹു ഈസ് അൺഎബിൾ ടു പേ ഡെറ്റ്സ്, കടങ്ങൾ വീട്ടാൻ കഴിയാത്ത ആള്. അങ്ങനെയുള്ളവരെന്താണ്, ഇൻസോൾവെന്റ്. കടം കയറി മുടിഞ്ഞു, ഇനി എന്തായാലും അയാൾക്ക് ആ കടങ്ങളൊന്നും വീട്ടാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ അയാൾ ഇൻസോൾവെന്റ് ആണ്. എ പേഴ്സൺ ഹു ഈസ് അൺഎബിൾ ടു പേ ഡെറ്റ്സ്. ഒരു മിനിറ്റ്.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇൻസോൾവെന്റ് പഠിച്ചു. ദെൻ എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. ഫെയ്റ്റ് എന്താണ്? വിധി. അപ്പൊ വിധിയിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ പറയുന്ന പേരാണ് ഫെയ്റ്റലിസ്റ്റ്. ഓക്കെ, ഫെയ്റ്റലിസ്റ്റ്, വിധിയിൽ വിശ്വസിക്കുക, അത് നിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് എന്ത്? ഫെയ്റ്റലിസ്റ്റുകൾ. ദെൻ നമുക്കറിയാവുന്ന എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. മനുഷ്യ ശരീരം തിന്നുന്ന ആളുകൾ, അവരാണെന്ത്? കാനിബൽസ്. കാനിബൽ. എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, നരഭോജികൾ, കാനിബൽ. ഓക്കെ, നെക്സ്റ്റ് എ സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് അങ്ങനെ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? എക്സ്റ്റംപോർ ആണ്. അങ്ങനത്തെ ഒരു സ്പീച്ച്, ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് പറഞ്ഞ ഒരു പ്രസംഗം, അതാണെന്ത്? എക്സ്റ്റംപോർ. എക്സ്റ്റംപോർ. Then a person who is new to a profession. ഒരു പ്രൊഫഷനിലോട്ട് പുതുതായിട്ട് വന്ന ഒരാൾക്ക് എന്ത് കിട്ടും? ഇനഫ് റോപ്പ് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആ പുതുതായിട്ട് വന്ന ആളെ പറയുന്ന പേരാണ്. എന്തിനെങ്കിലും നമ്മളൊരു പുതിയതാണ്, നമ്മളൊരു തുടക്കക്കാരനാണെങ്കിൽ എന്ത് പറയും? നോവിസ് എന്ന് പറയും. നോവിസ്. അപ്പൊ അതിനകത്ത് എക്സ്പേർട്ട് ആണ് എന്ത് പറയും? നോവിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെറ്ററൻ. വെറ്ററൻസ്. ഓക്കെ, ചില സ്പോർട്സിലൊക്കെ അതിൽ നിന്നൊക്കെ വിരമിച്ച ആൾക്കാരുണ്ടാവും, കുറെ കാലം തിളങ്ങി നിന്നിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താ പറയാ? വെറ്ററൻസ് എന്നാ പറയാ. ഓക്കെ, അവർ അതിൽ പ്രൊഫഷണൽസ് ആണ്. ഇവിടെ ഇത് ദേ ആർ ന്യൂ ടു എ പ്രൊഫഷൻ, അവര് നോവീസ് ആണ്, തുടക്കക്കാർ. ഓപ്പോസിറ്റ് ആണ് വെറ്ററൻസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫിലാന്ത്രോപ്പിസ്റ്റ് പഠിച്ചു. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാണ്ട് ഞാനിങ്ങനെ ഓരോ വേർഡ്സ് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിൽ കിട്ടുന്നുണ്ടോ നോക്കണം. ഫിലാന്ത്രോപ്പിസ്റ്റ്, ആർക്കിയോളജി, പോളിഗ്ലോട്ട്. നിങ്ങൾ സ്ക്രീനിൽ നോക്കാണ്ട് ഓർക്കണം. പോളിഗ്ലോട്ട്, പോളി ഒന്നി കൂടുതൽ, പോളിഗ്ലോട്ട്. ഹു നോസ് മെനി ലാംഗ്വേജസ്. ലെക്സിക്കോഗ്രാഫർ. ലെക്സിക്കോഗ്രാഫർ എന്ന് വെച്ചാൽ ഡിക്ഷണറീസ് കമ്പൈൽ ചെയ്യുന്ന ആള്. ഓക്കെ, അങ്ങനെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറെ വൺ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിപ്പോ കുറച്ച് റാൻഡമായിട്ടും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനെല്ലാം ഓരോരോ പേരുകൾ പറയാം. അതൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇല്ലെജിബിൾ എന്തായിരുന്നു? ഇല്ലെജിബിൾ, വായിക്കാൻ കഴിയാത്ത ഹാൻഡ് റൈറ്റിംഗ്. ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ്, കടത്തിൽ മുങ്ങിയത്, കടം വീട്ടാൻ കഴിയാത്ത ആൾ. ഫെയ്റ്റലിസ്റ്റ്, കാനിബല്, എക്സ്റ്റംപോറ്, നോവിസ്. നോവിസിന്റെ ഓപ്പോസിറ്റ് ആണ് വെറ്ററൻ. എക്സ്ട്രാ പറയുന്ന നിങ്ങൾ നോട്ട്സിൽ എഴുതി വെക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് എഴുതിയാൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടുമ്പോൾ, നോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങൾ ബുക്കിലോട്ട് എഴുതണം. ഓക്കെ, എപ്പോഴും നമുക്ക് ഒരു റിട്ടേൺ നോട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് എഴുതുമ്പോൾ നമുക്ക് അത് പിന്നെ ഓർത്തിരിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇൻ കേസ് സോഫ്റ്റ് കോപ്പി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ബുക്ക് ഉണ്ടാവും. ഫോണിലൊക്കെ നോക്കിയിരിക്കുക അല്ലെ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറെ നേരം. നമുക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, നമുക്ക് സെറ്റ് 2 പോവാം. അടുത്ത 10 സെറ്റ് നോക്കിയേ. എ ഡിസീസ് ദാറ്റ് സ്പ്രെഡ്സ് ഓവർ എ ലാർജ് ഏരിയ, അതാണെന്ത്? എപ്പിഡമിക്. എപ്പിഡമിക് ആണ് ഒരു ലാർജ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിന് പറയുന്ന പേര്. ഇതിന് മുന്നേ ഒരു സാധനമുണ്ട്, എൻഡമിക്. എപ്പിഡമിക്കിന് മുന്നേ എൻഡമിക് ഉണ്ട്. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയൺ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് മാത്രം പടരുന്ന ഡിസീസാണ്, സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് എൻഡമിക്. എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിസീസ് ദാറ്റ് സ്പ്രെഡ്സ് വിത്തിൻ എ റീജിയൺ ഓർ എ കമ്മ്യൂണിറ്റി. എഴുതി വെക്കണം. എൻഡമിക്, എ ഡിസീസ് ദാറ്റ് പ്രസന്റ് അല്ലെങ്കിൽ സ്പ്രെഡ്സ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഓർ എ കമ്മ്യൂണിറ്റി. അതാണ് എന്ത്? എൻഡമിക്. എപ്പിഡമിക് ആകുമ്പോൾ എന്താണ്? അത് പല കമ്മ്യൂണിറ്റിയിലോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഒരു ലാർജ് ഏരിയയിൽ സ്പ്രെഡ് ആവും. എന്ത്? എപ്പിഡമിക്. പല റീജിയനിൽ പല കമ്മ്യൂണിറ്റിയിലോട്ട്
സ്പ്രെഡ് ആവുമ്പോഴാണ് അത് എപ്പിഡമിക് ആവുന്നത്. സോ ഇറ്റ്സ് എ ലാർജ് ഏരിയ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പാൻഡമിക്. പാൻഡമിക് നമ്മൾ എല്ലാവരും കണ്ടു. കോവിഡ് ആണ് ഒരു പാൻഡമിക്കിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. എന്താ സംഭവിച്ചേ? ഒരു റീജിയണിലോ ഒരു കമ്മ്യൂണിറ്റിയിലോ ഒന്നും അത് നിന്നില്ല, ഒരു കൺട്രി പോലും നിന്നില്ല, ഒരു കോണ്ടിനെന്റിൽ നിന്നില്ല. ഓക്കെ, അതിന് ഒരു വേൾഡ് വൈഡ് സ്പ്രെഡ് ഉണ്ടായി. ഓക്കെ, അപ്പൊ പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിസീസ് ദാറ്റ് സ്പ്രെഡ്സ് ഓവർ മൾട്ടിപ്പിൾ കൺട്രീസ് ഓർ കോണ്ടിനെന്റ്. ഒരു മൾട്ടിപ്പിൾ കോണ്ടിനെന്റ്സിൽ അല്ലെ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ കൺട്രീസിലെങ്കിലും സ്പ്രെഡ് ആവുകയാണ് അതിന് പറയുന്ന പേരാണ് പാൻഡമിക്. എക്സാമ്പിൾ കോവിഡ് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾ സൈഡ് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കണം. അപ്പം എൻഡമിക് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ എപ്പിഡമിക് ആണ് കണ്ടത്. അപ്പൊ അതിന് മുന്നേ എൻഡമിക് ഉണ്ട്. പല എൻഡമിക്സ് ചേർന്നിട്ടാണ് ഒരു എപ്പിഡമിക് ആവുന്നത്. ഓക്കെ, പല റീജിയൺ പല കമ്മ്യൂണിറ്റിയിലോട്ട് സ്പ്രെഡ് ആവും. അപ്പൊ അതൊരു എപ്പിഡമിക് ആവും. ദെൻ അത് വേൾഡ് വൈഡ് സ്പ്രെഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റ് പല കോണ്ടിനെന്റുകളിൽ സ്പ്രെഡ് ആകുമ്പോൾ അത് എന്താവും? പാൻഡമിക് ആവും. എക്സാമ്പിൾ കോവിഡ് ആണ്. ഓക്കെ, അപ്പൊ എപ്പിഡമിക് കണ്ടു. ദെൻ അത് കഴിഞ്ഞ് പസിഫിസ്റ്റ്. ഹു ഇസ് എ പസിഫിസ്റ്റ്? എ പേഴ്സൺ ഹു ഒപ്പോസസ് വാർ. ഓക്കെ, സമാധാനദാഹികൾ, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ത്? പസിഫിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ഒരു വാറിനെ, യുദ്ധങ്ങളെ ഒപ്പോസ് ചെയ്യും. അങ്ങനെയാണ് യുദ്ധങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരാണ് ബെല്ലിജറൻസ് എന്ന് പറയും. ബെല്ലിജറൻസ്, BELLIGERANTS, ബെല്ലിജറന്റ്, RENTS, സോറി, BELLIGERENTS, ബെല്ലിജറൻസ്. ദേ ആർ വാർ ലവേഴ്സ് ആണ്. ഇവരാരാണ് പസിഫിസ്റ്റുകള്? പീപ്പിൾ ഹു ഒപ്പോസസ് വാർ, അവരാണ് പസിഫിസ്റ്റുകൾ. പേഴ്സൺ ഹു ഒപ്പോസസ് വാർ ആണ് പസിഫിസ്റ്റ്. ഇസ് എ പസിഫിസ്റ്റ്. ഓക്കെ, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ. എപ്പിഡമിക് കണ്ടു, പസിഫിസ്റ്റ് കണ്ടു. നെക്സ്റ്റ് വൺ, എ ബുക്ക് റിട്ടൺ അബൌട്ട് സംവൺസ് ലൈഫ് ബൈ അനദർ പേഴ്സൺ. ദാറ്റ്സ് എ ബയോഗ്രഫി. ഒരാളുടെ ജീവിതത്തിനെ പറ്റി വേറൊരാള് എഴുതുന്നു. ഒരാളുടെ ജീവിതത്തിനെ പറ്റി വേറെ ഒരാൾ എഴുതുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ബയോഗ്രഫി, ജീവചരിത്രം മലയാളത്തിൽ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിനെ പറ്റി അയാൾ തന്നെ എഴുതുകയാണെങ്കിലോ അതിനെന്ത് പറയും? ഒന്ന് കമന്റ് ചെയ്തേ, അറിയാമെങ്കിൽ. ഓട്ടോബയോഗ്രഫി. കറക്റ്റ്, ഓട്ടോബയോഗ്രഫിയാണ്. എ ബുക്ക് റിട്ടൺ അബൌട്ട് സംവൺസ് ലൈഫ് ബൈ ദാറ്റ് പേഴ്സൺ ഇറ്റ്സെൽഫ്. ആ പേഴ്സൺ തന്നെ അയാളെ പറ്റി എഴുതുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഓട്ടോബയോഗ്രഫി. ഒരാളുടെ ജീവിതത്തിനെ പറ്റി വേറെ ഒരാൾ എഴുതുമ്പോൾ അതിനെന്ത് പറയും? ബയോഗ്രഫി. ബയോഗ്രഫിയുടെ അപ്പുറം ഓട്ടോ ഇടുമ്പോൾ അത് ആത്മകഥയാകും. വെറും ബയോഗ്രഫി ആണെങ്കിൽ അത് ജീവചരിത്രമാണ്, വേറെ ഒരാളാണ് എഴുതുന്നത്. അയാൾ തന്നെ എഴുതുമ്പോൾ ആത്മകഥ, ഓട്ടോബയോഗ്രഫി. നെക്സ്റ്റ്, എ ഗവൺമെന്റ് റൺ ബൈ ദ റിച്ച്. ധനാഢ്യന്മാര്, പണക്കാര് ചേർന്ന് ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് അത് നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിന് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി. അപ്പൊ ഈ ഗവൺമെന്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ജനാധിപത്യം ഉണ്ട്, അതേപോലെ തന്നെ പട്ടാള ഭരണമുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഭരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പല ടൈപ്പ് ഗവൺമെന്റ്സ്. ഓക്കെ, അപ്പം അതിനൊന്നാണ് ഈ കിടക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇങ്ങനെ ഓരോ ഇതെടുത്ത് ഞാൻ പറഞ്ഞു, ഓരോന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ ആളുകളെ കൊല്ലുന്ന രീതി വെച്ചിട്ട് നമുക്ക് വൺ വേർഡ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ഡാർക്ക് സൈഡും ഉണ്ട് ഇതിന്. ഇവിടെ ഗവൺമെന്റ്സ്, പല ടൈപ്പ് ഗവൺമെന്റ്സ്. ആരാണ് ആ ഗവൺമെന്റ്, ഏത് ടൈപ്പ് ആൾക്കാരാണ് ആ ഗവൺമെന്റ് റൺ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പേരുകളുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് റൺ ബൈ റിച്ച്. പണക്കാരായ ആൾക്കാർ ഒരു ഗവൺമെന്റ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺട്രീനെ ഗവേൺ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലൂട്ടോ. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹു ഈസ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിന് എതിരായിട്ടുള്ള ആളാണ് എന്ത്? അനാർക്കിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ്. വിപരീത പദം. സിമ്പിൾ, ആന്റോണിം. നമുക്ക് ആന്റോണിംസ് പഠിക്കാനുണ്ട്. ആന്റോണിംസ് ഇപ്പൊ പഠിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു
അത്യാവശ്യം സിനോണിംസ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആന്റോണിംസ് പഠിച്ചു തുടങ്ങാനായിട്ട്. കാരണം നമ്മൾ നേരെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആ വേർഡിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ അതിനകത്ത് വേർഡ്സ് എങ്ങനെ നമുക്ക് പരിചയം ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കുറെ സിനോണിംസ് പഠിച്ചു കഴിഞ്ഞിട്ട് ആന്റോണിംസ് പഠിച്ച് തുടങ്ങാവുള്ളൂ. അല്ലെ നമുക്കൊരു ഡൗട്ട് വരും, ഇത് സിനോണിം ആണോ ആന്റോണിം ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പൊ അത് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം കുറെ സിനോണിംസ് പഠിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്റോണിംസ് പഠിക്കും. ഓക്കെ, ദെൻ എ പബ്ലിക് സ്പീക്കർ, അയാൾക്ക് പറയുന്ന വൺ വേർഡ് ഇസ് ആൻ ഒറേറ്റർ. ഒറേറ്റർ എന്നാണ് പറയുന്നത്. ഒരു പബ്ലിക് സ്പീക്കർക്ക് പറയുന്ന പേരാണ് ഒറേറ്റർ. ഓക്കെ, ദെൻ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാള്, അയാൾ പറയുന്ന പേരാണ് എയ്ത്തീസ്റ്റ്. ഓക്കെ, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, എയ്ത്തീസ്റ്റ്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എയ്ത്തീസ്റ്റ്. എ പേഴ്സൺ ഹു ലവ്സ് ഹിംസെൽഫ് ടു മച്ച്. സ്വയം ഓക്കെ, ഇതിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. ഒരാളെ നമുക്ക് നമ്മളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ അതിന് പറയുന്നതാണ് ഈഗോയിസ്റ്റ്. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ തന്നെയാണ്, അങ്ങനെ കരുതുന്ന ആൾക്കാരാണ് ഈഗോയിസ്റ്റുകൾ. അല്ലെങ്കിൽ അതിന് വേറൊരു വേർഡ് ഉണ്ട്, നാർസിസിസ്റ്റ്. ഓക്കെ, ഈഗോയിസ്റ്റ് അല്ലെങ്കിൽ നാർസിസിസ്റ്റ്. നാർസിസിസ്റ്റുകൾ എന്താണ്, സ്വന്തം കഴിവുകളിലും സ്വന്തം സൗന്ദര്യത്തിലും ഒക്കെ ഭയങ്കര ഉയർന്നു നിൽക്കുന്ന, അങ്ങനെ തോന്നിക്കുന്ന, സ്വയം അങ്ങനെ തോന്നലുള്ള ആളുകളാണ്. ഇവരെന്താണ്, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈഗോയിസ്റ്റും നാർസിസിസ്റ്റും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്, ഈഗോയിസ്റ്റ്. അപ്പൊ നമുക്ക് ഈഗോയിസ്റ്റ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സീംസ് കോൺട്രഡിക്ടറി ബട്ട് ട്രൂ. അതാണ് ഒരു പാരഡോക്സ്. സത്യമാണ്, പക്ഷെ ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ്സ് എ കോൺട്രഡിക്ടറി. നമ്മുടെ ഇതിന് വിപരീതമായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ട്രൂ. അതാണ് പാരഡോക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എപ്പിഡമിക് പഠിച്ചു. എപ്പിഡമിക്കിന്റെ കൂടെ നമ്മൾ എൻഡമിക്കും പറഞ്ഞു, അതേപോലെ തന്നെ പാൻഡമിക്കും പറഞ്ഞു. ദെൻ പസിഫിസ്റ്റ് പഠിച്ചു. പസിഫിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ബെല്ലിജറന്റ്. ദേ ആർ വാർ ലവേഴ്സ്. ഇവര് പീസ് ലവേഴ്സ് ആണ് പസിഫിസ്റ്റുകൾ. ബെല്ലിജറൻസ് വാർ ലവേഴ്സ് ആണ്. ദെൻ ബയോഗ്രഫി പഠിച്ചു. ബയോഗ്രഫിയുടെ കൂടെ നമ്മൾ ഓട്ടോബയോഗ്രഫി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് വിശ്വസിക്കാത്ത ഒരാളാണ് എന്ത്, അനാർക്കിസ്റ്റ്. അതേപോലെ ആന്റോണിം പഠിച്ചു. സിമ്പിൾ. എ പബ്ലിക് സ്പീക്കർ, ഒരു പബ്ലിക് സ്പീക്കർ എന്ന് പറയുന്ന പേര് എന്താണ്, ഒറേറ്റർ. ദെൻ അത് കഴിഞ്ഞിട്ട് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളാണ് ഈഗോയിസ്റ്റ്. അമിതമായ സ്നേഹമാണ് തന്നോട്. ദെൻ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കേട്ടാൽ നമ്മള് അത് തെറ്റായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ട്രൂ. അതാണ് എന്ത്, പാരഡോക്സ്. ഓക്കെ, ഒരു 10 പഠിക്കാം. നെക്സ്റ്റ് സെറ്റ്. ഓക്കെ, ഗവൺമെന്റിന്റെ അടുത്ത്, ഗവൺമെന്റ് റൺ ബൈ എ സിംഗിൾ റൂളർ. ഒരൊറ്റ ആള് മാത്രം ചേർന്ന് ഒരു കൺട്രീനെ ഭരിക്കുകയോ അല്ലെങ്കിൽ ഒരു റീജിയനെ ഭരിക്കുകയോ. ഇപ്പൊ ഗോത്ര തലവൻ എന്നൊക്കെ പറയുന്ന അതും വേണമെങ്കിൽ ഇതായിട്ട് കൂട്ടാം. ഓക്കെ, ഒരാൾ മാത്രമേ ഉള്ളൂ അതിന്റെ തലപ്പത്ത്, വേറെ ആരുമില്ല, അയാളെ സഹായിക്കാനും ആരുമില്ല. അയാൾ മാത്രമാണ് ഈ എൻറ്റയർ ആളുകളെ അല്ലെങ്കിൽ ഒരു എൻറ്റയർ റീജിയനെ ഭരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഓട്ടോക്രസി. മുമ്പ് നമ്മൾ കണ്ട എന്തായിരുന്നു, പ്ലൂട്ടോക്രസി, റൺ ബൈ റിച്ച്. ഇവിടെ റൺ ബൈ എ സിംഗിൾ റൂളർ, ഒറ്റയാണ്. അതാണ് ഓട്ടോക്രസി. ദെൻ എ പേഴ്സൺ ഹു ഈസ് അൺഏബിൾ ടു സ്ലീപ്പ്. ഉറങ്ങാൻ പറ്റാത്ത ആണ്, രാത്രി കിടന്ന ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയുള്ള ആളുകളാണ് എന്ത്, ഇൻസോംനിയാക്. അവർക്ക് ഉറങ്ങാനേ പറ്റത്തില്ല, ഇൻസോംനിയാക്കുകളാണ്. ഈ സോംനിയ അങ്ങനെ കൂട്ടി വരുന്നതെല്ലാം തന്നെ ഉറക്കത്തിനെ പറ്റി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. സോംനാംബുലിസം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോംനാംബുലിസം എന്താണ്,
ഉറക്കത്തില് സംസാരിക്കുന്നതാണ്. ഉറക്കത്തിൽ നടക്കുന്നതായിരുന്നു. സോറി, സോമനാമ്പൽസ് ഉറക്കത്തിൽ നടക്കുന്നതാണ്. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നതാണ് എന്ത്? സോംനാംബുലിസം. ഉറക്കത്തിൽ സംസാരിക്കുന്ന ഓർമ്മയുണ്ട്. അത് സോംനി ലോക്വിസ്റ്റ്. ഉറക്കത്തിൽ സംസാരിക്കുന്നതിന് ഇതുകൊണ്ട് എന്റെ എല്ലാം പ്രത്യേകത എന്താണ്? ഇതിനകത്തെല്ലാം ഈ സോംനി ഉണ്ട്. സോംനി എന്ന് പറയുന്ന വേർഡ് ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് വേർഡ് റൂട്ട് വെച്ചിട്ട് എങ്ങനെ വാക്കുകളുടെ മീനിങ്സ് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊരു സെഷനായിട്ട് എടുക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, നമുക്ക് കുറച്ച് വൊക്കാബുലറി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാടായിട്ടുള്ള വൊക്കാബുലറീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സോംനി എന്നുള്ള വേർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാം എന്തുമായിട്ടായിരിക്കും? ഉറക്കം എന്ന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇൻസോംനിയാക്ക് പറഞ്ഞു, അത് ഉറങ്ങാൻ പറ്റാത്തതാണ്. സോംനാംബുലിസ്റ്റ് ആരാണ്? ഉറക്കത്തിൽ നടക്കുന്നതാണ്. സോംനി ലോക്കിസ്റ്റ് ആണ് ഉറക്കത്തിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ എഴുതി വെക്കണമെന്നില്ല, നമുക്ക് പഠിക്കാം. എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, എ സ്പീച്ച് ഫുൾ ഓഫ് പ്രൈസ്. എന്താണ്? പുകഴ്ത്തി പറയുന്ന ഒരു പ്രസംഗം. പുകഴ്ത്തി പറയുന്നതിന് നമ്മൾ നേരത്തെ പഠിച്ചു, ഫ്ലാറ്ററി. ഇവിടെ ഒരു പ്രസംഗം, ആ പ്രസംഗം മൊത്തം പുകഴ്ത്തി പറയുന്ന, മുഖസ്തുതി പറയുന്ന ഒരു പ്രസംഗമാണ്. അതിനെ പറയുന്നതാണ് യൂളജി. യൂളോജ് യൂളജി അത് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ നമ്മൾ നോക്കിയത്? ഓക്കെ, നെക്സ്റ്റ്, എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ഫ്രീ. അറിയാം, വോളണ്ടിയർ വർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ധനലാഭമൊന്നുമില്ല, നമ്മൾ വോളണ്ടിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വോളണ്ടിയർ. എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ഫ്രീ അറിയാം. വൺ ഹു സ്റ്റഡീസ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന ആളുകൾ. അപ്പൊ കുറെ പഠനങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. വൺ ഹു സ്റ്റഡീസ് ദ യൂണിവേഴ്സ്, അസ്ട്രോണമർ. ഓക്കെ, ഇത് ഇങ്ങനെ പിന്നെയും പറയുന്നത് നമുക്ക് അങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ തലയിലോട്ട് കയറി ഇരിക്കാനാണ്. നമുക്ക് എക്സാം എഴുതുമ്പോൾ ആ ഒരു ഓർമ്മ വരും. അതുകൊണ്ട് നമ്മൾ പലതവണ, ഇപ്പൊ ഞാൻ പലതവണ പറയുമ്പോഴും നിങ്ങൾ കേൾക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾ വായിക്കുമ്പോഴും പലതവണ വായിക്കണം. അങ്ങനെയാണ് നമുക്ക് ഇത് സ്റ്റിക്ക് ആവത്തുള്ളൂ തലയിൽ. ആ സമയത്ത് എക്സാം എഴുതുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഇതിന്റെ മീനിങ് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഷോർട്ട് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കാം. അപ്പം അത് കുറച്ചുകൂടി ഓർത്തിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും തമാശ രൂപത്തിലൊക്കെ ആക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ട്രിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ എന്താ ഓർത്തിരിക്കുന്നത് വേറെ ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ്, എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ്. പക്ഷികളെ താമസിപ്പിക്കുന്ന സ്ഥലം. എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ്, അതാണ് ഏവിയറി. ഓക്കെ, ഏവിയറി എന്നാണ് പറയുക. ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലം, ഏവിയറി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറന്റ് ടു പ്ലഷർ ഓർ പെയിൻ. എന്താണ്? വേദനയായാലും സന്തോഷമായാലും പുള്ളിക്കൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളാണ് എന്ത്? സ്റ്റോയിക്കുകൾ. സ്റ്റോയിക്. ഇൻഡിഫറൻറ്റ്, ഇൻഡിഫറൻസ്. നമ്മൾ കണ്ടായിരുന്നു എന്തായിരുന്നു ഇൻഡിഫറൻസ് എന്നുള്ളത്. എന്ന് വെച്ചാൽ അവഗണിക്കുക. പ്ലഷർ ആണോ പെയിൻ ആണോ പുള്ളിക്കൊന്നുമില്ല, ആ ടൈപ്പ് ആളുകൾ. ദേ ആർ സ്റ്റോയിക്. ഓക്കെ, നെക്സ്റ്റ്, വൺ ഹു ലീവ്സ് ഹിസ് കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ. ഇവിടുന്ന് ലീവ് ചെയ്ത് പുറം രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുന്നവരെ എന്ത് പറയും? എമിഗ്രൻസ്. എമിഗ്രൻസ് ആണ് അവര്. ഓക്കെ, നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്ത് കാനഡ, UK അവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്യുന്ന ഫ്രണ്ട്സ് നമുക്കില്ലേ, സെറ്റിൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരെല്ലാം എമിഗ്രൻസ് ആണ്. അവിടുന്ന് ആരെങ്കിലും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അവരെ എന്ത് പറയും? ആരെങ്കിലും പറഞ്ഞേ. പുറത്തുള്ള ഒരു കൺട്രിയിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവരെ എന്ത് പറയും? പുറത്തോട്ട് പോകുന്നവര് എമിഗ്രൻസ്, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നവര്
പറ ആരേലും പറ, എല്ലാവർക്കും അറിയാതെ. മൈഗ്രേറ്റ് ആണോ? മൈഗ്രേഷൻ. മൈഗ്രേഷൻ അല്ല, മൈഗ്രേഷൻ അല്ല. അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്യുക ഫോറിൻ. അല്ല. എമിഗ്രന്റ് പോലെ നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വേർഡ് ഏതാ? എമിഗ്രന്റ്, ഇമിഗ്രൻസ് കേട്ടിട്ടില്ലേ? IMIGRANT, ഇമിഗ്രൻസ്. പുറത്തുനിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആളുകള്. ആക്ച്വലി മൈഗ്രേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അവര് പറയുന്ന പേരാണ് ഇമിഗ്രൻസ്. പുറം കൺട്രീസിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എ പേഴ്സൺ ഹു ഡൗട്ട്സ് എവരിതിങ്, എല്ലാത്തിലും സംശയം, സംശയരോഗി. അതെന്താണ്? ആളുകളെ സംശയം, വസ്തുക്കളെ സംശയം, എല്ലാത്തിനും സംശയമുള്ള ആളുകളാണ് സ്കെപ്റ്റിക്. ചില സമയത്ത് നല്ലതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കുമ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കും. അത് ഈ സ്കെപ്റ്റിക് ഒരു മോശം രീതി മാത്രമല്ല ഉപയോഗിക്കാറ്, നല്ല മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. സ്കെപ്റ്റിക്, SKEPTIC, സ്കെപ്റ്റിക്. എ പേഴ്സൺ ഹു ഡൗട്ട്സ് എവരിതിങ്, എല്ലാത്തിലും ഡൗട്ട് വെച്ച്. അതിനൊരു ഇഡിയം ഉണ്ട്, ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്നൊരു ഇഡിയം ഉണ്ട്. എല്ലാത്തിനും ഒരു സംശയത്തിന്റെ നിഴലിൽ കാണുക, അല്ലെങ്കിൽ ഒരു ചെറിയ സംശയത്തിന്റെ പുറത്ത് ആൾക്കാരെ വിശ്വസിക്കുക, അല്ലെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഇതാണ്. നല്ല മീനിങ്ങും ആണ്, അതേപോലെ തന്നെ മോശം മീനിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് സ്കെപ്റ്റിക്. നെക്സ്റ്റ് വൺ, എ മെത്തേഡ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഇന്റൻഡഡ് റിസൾട്ട്. അറിയാം, എഫക്റ്റീവ് ആയിരുന്നു, ഫലവത്തായി എന്നുള്ള അർത്ഥം. നമ്മൾ ഇന്റന്റ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡ്, അതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. സോ എ മെത്തേഡ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഇന്റൻഡഡ് റിസൾട്ട്, ദാറ്റ് ഈസ് എഫക്റ്റീവ്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ നമുക്ക്, ഞാൻ ഈ വേർഡ്സ് പറയാൻ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കരുത്, നിങ്ങളുടെ മൈൻഡിൽ അതിന്റെ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഞാൻ ചിലപ്പം ആ വൺ വേർഡ് ആയിരിക്കും വായിക്കുന്നത്, ചിലപ്പം നിങ്ങൾക്ക് ശരിക്കും വൺ വേർഡ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതിന്റെ മീനിങ്. പക്ഷെ മീനിങ് തന്നിട്ട് വൺ വേർഡ് തരുമ്പോഴാണ് ചിലപ്പോഴൊക്കെ പാടായിട്ട് വരും. ഓക്കെ, നോക്കാം. ഫിലാന്ത്രോപ്പിസ്റ്റ്, mankind loves mankind. Then archaeology, polyglot. കിട്ടുന്നുണ്ടോ നോക്കണേ. ലെക്സിക്കോഗ്രാഫർ, ഡിക്ഷണറീസ് കമ്പൈൽ ചെയ്യുക. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് എന്തായിരുന്നു? ഇൻസോൾവെന്റ്, ഫെയ്റ്റലിസ്റ്റ്. ഓക്കെ, കിട്ടുന്നില്ലാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഇന്ന് പഠിച്ചതേ ഉള്ളൂ, നമുക്ക് പിന്നെ തറവായിട്ട് പഠിക്കാം, അന്നേരം കിട്ടിക്കോളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ എക്സസൈസ് തന്നെ ചെയ്യും. അന്നേരം എല്ലാവർക്കും കിട്ടണം, അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടണം. ഇന്ന് എല്ലാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാനിബൽസ്, പക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള മീനിങ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടണം കേട്ടോ. കാനിബലൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണ്. എക്സ്റ്റെമ്പോർ എന്തായിരുന്നു? അതൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഡെലിവർ ചെയ്യുന്ന ഒരു സ്പീച്ച്, അതാണ് എക്സ്റ്റെമ്പോർ. ഓക്കെ, നോവിസ് ആരായിരുന്നു? എ പേഴ്സൺ ഹു ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ എ ജോബ്. അതിന്റെ നേരെ ആന്റോണിമായിരുന്നു വെറ്ററൻ, അവരതിനകത്ത് എക്സ്പേർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു എപ്പിഡമിക് എന്തായിരുന്നു, എൻഡമിക് എന്തായിരുന്നു, പാൻഡമിക് എന്തായിരുന്നു. അതിന്റെ സ്കെയിൽ കൂടുക, എൻഡമിക്, എപ്പിഡമിക്, പാൻഡമിക്, അങ്ങനെയാണ്. ഓക്കെ, ദെൻ പസിഫിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി. ദെൻ ഗവൺമെന്റ് റൺ ബൈ റിച്ച്, പ്ലൂട്ടോക്രസി. അനാർക്കിസ്റ്റ് ആരായിരുന്നു? ആന്റോണിം, അതറിയാം. ഓറേറ്റർ ആരാ? പബ്ലിക് സ്പീക്കർ. ദെൻ എയ്ത്തീസ്റ്റുകൾ, അതിപ്പോ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അതറിയാം. ദെൻ ഈഗോയിസ്റ്റ്, ദ പേഴ്സൺ ഹു ലവ്സ് ഹിംസെൽഫ് ടു മച്ച്, അമിതമായി തന്നെ സ്നേഹിക്കുന്ന ആള്. ദെൻ പാരഡോക്സ്, അത് കഴിഞ്ഞ് ഓട്ടോക്രസി,
പ്ലൂട്ടോക്രസി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോക്രസി. ദെൻ ഇൻസോംനിയാക്. സോമിനി കൂട്ടി വരുന്നതൊക്കെ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻസോംനിയാക്ക് ഉറക്കമില്ലാത്ത ആള്. സോംനാംബുലിസ്റ്റ് ഉറക്കത്തിൽ നടക്കുന്ന ആള്. സോംനിലോക്കിസ്റ്റ് ഉറക്കത്തിൽ സംസാരിക്കുന്ന ആള്. ഓക്കെ. യൂളജി എന്തായിരുന്നു? ഫ്ലാറ്ററി ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ഫ്ലാറ്ററി മുഖസ്തുതി. ഇതെന്ന് പറയുന്നത് മുഖസ്തുതി കൊണ്ട് ഒരു പ്രസംഗം അങ്ങ് നടത്തുക. സ്പീച്ച് ഫുൾ ഓഫ് പ്രൈസ്. ഓക്കെ. വോളണ്ടിയർ ആരാ? വോളണ്ടിയർ വർക്ക് ഫോർ ഫ്രീ. ദെൻ അസ്ട്രോണമർ, ഏവിയറി പക്ഷികളെ കീപ്പ് ചെയ്യുന്ന സ്ഥലം. ദെൻ സ്റ്റോയിക് ആരായിരുന്നു? ഇൻഡിഫറൻറ്റ് ടു പ്ലഷർ ഓർ പെയിൻ. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോയിക്. ഓക്കെ. ദെൻ എമിഗ്രന്റ്, പുറത്തോട്ട് പോകുന്നവര്. ഇമിഗ്രന്റ്, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നവര്. ദെൻ സ്കെപ്റ്റിക് എന്തായിരുന്നു? വൺ ഹു ഡൗട്ട്സ് എവരിത്തിങ്. ഓക്കെ. ദെൻ effective, the method that produces intended results. ഓക്കെ. അപ്പൊ അത്രയാണ് നമുക്ക് ഇന്നത്തെ വൺ വേർഡ്സ് പഠിക്കാനുള്ള. അപ്പൊ ഈ 30 എണ്ണം നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിലോട്ട് പഠിക്കണം. ചിലപ്പോൾ നാളെ ആയിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ GK-യുടെ കാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് നോട്ട്സ് എഴുതണം. എന്നിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിന് മുന്നേ ആയിട്ട് ഇത് വായിച്ചു വെച്ചിരിക്കണം. അന്ന് ഞാൻ ഇതേപോലെ വായിക്കുമ്പോൾ എല്ലാവരുടെ മൈൻഡിലും വൺ വേർഡ് ആണ് വായിക്കുന്നതെങ്കിൽ മീനിങ്, അല്ലെങ്കിൽ ആ സെന്റൻസ് ആണ് വായിക്കുന്നതെങ്കിൽ അതിന്റെ വൺ വേർഡ് എല്ലാവരുടെ മൈൻഡിൽ വരണം. ഓക്കെ. അപ്പൊ നമ്മളിന്ന് 30 വൺ വേർഡ് പഠിച്ചു. ഇതിനകത്ത് ഇനിയുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വൺ വേർഡ്സ്. ഇന്നത്തെ വൺ വേർഡ്സ് ഇത്രേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ സിനോണിംസ് നോക്കാം. ഈ സിനോണിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനോണിംസ് ഉണ്ട്. ഓക്കെ. നോക്കിയേ, ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ തരാം. അപ്പം 4 ഓപ്ഷൻസ് ഒക്കെ തരാം. നിങ്ങൾ കേട്ടിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യാം. ഓക്കെ. അന്നേരം നമുക്ക് ആ ഓപ്ഷൻസും പഠിക്കാം, അതേപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും പഠിക്കാം. നമുക്ക് അങ്ങനെ ചെയ്യണം. അതിന് ആദ്യം നമുക്ക് കുറച്ച് വൊക്കാബുലറി വേണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ടെസ്റ്റ് ആയിട്ടൊന്നും നടത്താത്ത. നമുക്ക് കുറച്ച് വൊക്കാബുലറി കയ്യിൽ വന്നിട്ട് എല്ലാത്തെയും ഇഡിയംസ്, ഇനി നമുക്ക് ഫ്രൈസൽ വെർബ്സ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പം കുറച്ച് വൊക്കാബുലറി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. ഇവിടെ നോക്കിയേ, സിനോണിംസ്, കുറച്ച് സിനോണിംസ്. പിന്നെ ആന്റോണിംസിന്റെ കേസ് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങാത്തതെന്നാണ്. നമുക്ക് കുറച്ച് സിനോണിംസ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആന്റോണിംസ് തുടങ്ങാം. ഓക്കെ. നോക്കിയേ, ഫസ്റ്റ് വൺ അബണ്ടന്റ്. അബണ്ടന്റ് റിസോഴ്സസ് എന്നൊക്കെ പറയാറുണ്ട്. അബണ്ടൻസിന്റെ അർത്ഥം പ്ലെന്റിഫുൾ എന്നാണ്. പ്ലെന്റിഫുൾ എന്ന് വെച്ചാൽ ധാരാളം, ഒരുപാടുണ്ട്. അബണ്ടന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഓയില്, അബണ്ടൻസ്, ഓയിലിന്റെ അബണ്ടൻസ് എന്നൊക്കെ പറയും, ഒരുപാട് ഓയിലൊക്കെ ഉള്ളത്. അപ്പം പ്ലെന്റിഫുൾ. ചിലപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വേർഡ് ആയിരിക്കും സിനോണിമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാകുക, പ്ലെന്റിഫുൾ. ഓക്കെ. മോർ ഇൻ എമൗണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ധാരാളം എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് സൈഡിലോട്ടൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെക്കണം. നിങ്ങൾക്ക് മലയാളമാണ് ഓർത്തിരിക്കാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ. നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ പഠിച്ചു പോകുന്നതാണ് നല്ലത്. നമ്മുടെ ഡിഗ്രി ലെവലിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. അതല്ലാണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ, ഞാൻ പറഞ്ഞു, നമുക്ക് ഓർത്തിരിക്കാൻ എന്ത് മെത്തേഡ് വേണം സ്വീകരിക്കാം. നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുന്നു, എന്ത് ഹിന്റ് വെച്ച് ഓർത്തിരിക്കുന്നു, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മലയാളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റിയുടെ അർത്ഥം മിസ്ഫോർച്യൂൺ ആണ്, നിർഭാഗ്യം, അല്ലെങ്കിൽ പ്രതികൂലം. അതാണ് അഡ്വേഴ്സിറ്റി, മിസ്ഫോർച്യൂൺ. ഓക്കെ. നെക്സ്റ്റ് വൺ അലീവിയേറ്റ്. റിലീവ് ആണ്. അലീവിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാന്തനിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരർത്ഥമാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ, അലീവിയേറ്റ് പോവർട്ടി. ഏതാടാ? സോറി, ഏതാ?
ആ അതെ, അലീവിയേറ്റ്. ഓക്കെ, ഈസി പെയിൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ അലീവിയേറ്റ് ദ പെയിൻ എന്നൊക്കെ പറയും. ഓക്കെ, ഒരാളുടെ സഫറിങ്സ് കുറച്ചു കൊടുക്കുക, അതാണ്. നെക്സ്റ്റ്, ആംബിഗസ്. ആംബിഗസ് എന്താണ്? അൺക്ലിയർ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു അവിടെ ഇവിടെ തൊടാണ്ടൊക്കെ പറയുകയാണെങ്കിൽ അതിന് ആംബിഗസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ആംബി എന്നുള്ള വേർഡിന്റെ അർത്ഥം രണ്ടെന്നുള്ളതാണ്. റൂട്ട് വേർഡ്സ് നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെ ആംബി എന്ന് ചേർത്തുള്ള ആംബി ഡെക്സ്ട്രസ് കേട്ടിട്ടുള്ളതായിരിക്കും. എന്താ ആംബി ഡെക്സ്ട്രസ്? ആർക്കെങ്കിലും അറിയാമോ? ആംബി ഡെക്സ്ട്രസ് അറിയില്ല? രണ്ട് കൈയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ആംബി ഡെക്സ്ട്രസ്. രണ്ട് കൈ കൊണ്ട് എഴുതുന്ന ആൾക്കാരെ. വലത്തെ കൈ കൊണ്ട് ഇപ്പം നമ്മളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും വലം കയ്യന്മാരും വലം കയ്യെത്തിമാരൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ. പക്ഷെ ഈ വലത്തെ കൈ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇടത്തെ കൈ, അല്ലെങ്കിൽ ഇടത്തെ കൈക്ക് പാങ്ങുള്ള ആളുകളാണെങ്കിൽ അതേപോലെ തന്നെ വലത്തെ കൈ യൂസ് ചെയ്യുക. രണ്ടും ഒരേ രീതിയിൽ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ആംബി ഡെക്സ്ട്രസ്. രണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആംബിഗസ്, അവിടെ രണ്ട് അർത്ഥത്തിൽ വായിക്കാൻ പറ്റും, രണ്ടോ അതിലധികമോ. അതുകൊണ്ടാണ് അത് അൺക്ലിയർ ആവുന്നത്. നമുക്ക് അതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ് ഈസ് അൺക്ലിയർ, ക്ലിയർ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ആംബിഗസ്. ദെൻ അമിയബിൾ. അമിയബിൾ എന്ന് പറഞ്ഞാല് അമിഗോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഡിഗോസ്, അമിഗോസ്. അപ്പൊ അമിയബിൾ മീൻസ് ഫ്രണ്ട്ലി. അപ്പൊ അമിയ എന്നുള്ള ആ വേർഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വേർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അമിയബിൾ, ഫ്രണ്ട്ലി. ഓക്കെ, നെക്സ്റ്റ് വൺ, അനിമോസിറ്റി. അനിമോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് അതും ഏകദേശം അഡ്വേഴ്സിറ്റിയുടെ അതേ മീനിങ് ആണ്. അനിമോസിറ്റി ശത്രുത എന്നുള്ള അർത്ഥമാണ്. ഹോസ്റ്റിലിറ്റി. ഓക്കെ, ശത്രുത. ഈ ഹോസ്റ്റിലിറ്റി ശത്രുതയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി നേരെ ഓപ്പോസിറ്റാ അല്ലെ? ഹോസ്പിറ്റാലിറ്റി കേട്ടിട്ടുണ്ടല്ലോ, സഹായം എന്നുള്ളൊരു അർത്ഥമാണ് ഹോസ്പിറ്റാലിറ്റി. ഇവിടെ നമുക്ക് അനിമോസിറ്റി, ഹോസ്റ്റിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജ് എന്നുള്ള മീനിങ് ഉണ്ട്. ഒരു ഡിസ്ലൈക്ക്, ഹെയ്റ്റ്, അങ്ങനെ പല സിനോണിംസ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഹെയ്റ്റ് ആണ് മെയിൻലി അനിമോസിറ്റി, ഹെയ്റ്റ്, ഹോസ്റ്റിലിറ്റി. നെക്സ്റ്റ് വൺ നോക്കിയേ, അപ്രഹെൻസീവ്, ഫിയർഫുൾ. അപ്പൊ ഇതിന്റെ ഈ ഫിയർഫുള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വേർഡ് നമ്മൾ മറ്റേ സിനോണിംസിന്റെ പീരിയഡിൽ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഫിയർഫുള്ളിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഏതായിരുന്നു ആ വേർഡ്? നമ്മൾ പഠിച്ച വേർഡാണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഏതായിരുന്നു? ആ കറക്റ്റ്, ഇൻട്രപ്ഡ്. ഇൻട്രപ്ഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്രഹെൻസീവ്, ഫിയർഫുൾ, ഇൻട്രപ്ഡ്, ഫിയർലെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോണം. കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ മാറി പോകാണ്ടിരിക്കാൻ ഓർത്തോണം. അപ്രഹെൻസീവ് എന്ന് വെച്ചാൽ പേടിയുണ്ട്, ഇൻട്രപ്ഡ് ആണെങ്കിൽ പേടി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, അരഗന്റ്. അരഗന്റിന്റെ അർത്ഥമാണ് എന്ത്? ഹോട്ടി. അല്ലെങ്കിൽ എന്താണ് അരഗന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? അവരേറ്റവും ഒരു എന്താണ് ഈസി ആയിട്ടുള്ള ആൾക്കാരല്ല അരഗന്റ് ആയിട്ടുള്ള ആൾക്കാർ. അവര് കുറച്ച് തലക്കനം കൂടിയ ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരാണ് എന്ത്? ഹോട്ടി. ഓക്കെ, ഒരു തരം ഈഗോയിസ്റ്റുകളാണ്. നമ്മളാണ് മെയിൻ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത്? അരഗന്റ്, ഹോട്ടി. ഓക്കെ, നെക്സ്റ്റ്, അസ്റ്റൗണ്ട്. അമേസ്. നമ്മൾ അസ്റ്റോണിഷിംഗ് പഠിച്ചു, അതേപോലെ തന്നെ ഒരു വേർഡാണ് അസ്റ്റൗണ്ട്. അമേസ്,
നെക്സ്റ്റ് ഓതന്റിക്. ഓതന്റിക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓതന്റിക് ആണ് ജെന്യുവിൻ. ഓക്കെ, അതിന് തന്നെ നമ്മൾ വേറെ വേർഡ് പറയും, ബോണഫൈഡ്. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ്. നമ്മൾ ചില കേസസിലൊക്കെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹാജരാക്കേണ്ടി വരും, ഇത് ഒറിജിനൽ ആണെന്ന് കാണിക്കാനായിട്ട്. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും ബോണഫൈഡ്, ഓതന്റിക്, ജെന്യുവിൻ. ബോണഫൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ്, ജെന്യുവിൻ അല്ലാത്തത് മാലഫൈഡ്. മാല, MAL. ഇത് ബോണഫൈഡ് ആണ്. ദിസ് ഇസ് ഓതന്റിക്, ദിസ് ഇസ് ജെന്യുവിൻ. ഓക്കെ, അപ്പൊ ഓതന്റിക്കിന്റെ മീനിങ് ആണ് ജെനുവിൻ. അതിന്റെ തന്നെ സിനോണിം ആണ് എന്ത്, ബോണഫൈഡ് എന്ന് പറയുന്നത്. അതിന്റെ ആന്റോണിം ആണ് മാലഫൈഡ്. ഓക്കെ, കൺഫ്യൂഷൻ ആവുമെങ്കിൽ ഇപ്പൊ ആന്റോണിം എഴുതണ്ട. ഞാൻ പറഞ്ഞു ആന്റോണിം എഴുതുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ആന്റോണിം. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് കുറച്ച് പല കളേഴ്സിലുള്ള പേനകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ആന്റോണിം എഴുതാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ചുമലപ്പേന യൂസ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആന്റോണിമാണ്. ഇപ്പൊ ഒരു ഇന്ത്യൻ നൊട്ടേഷൻ ഇട്ടില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും ഇത് ആന്റോണിമാണ്. ഞാൻ അതിനുവേണ്ടി ചുമല റെഡ് പെൻ മാത്രം യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു 10 സിനോണിംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണ്ട് ചോദിച്ചിട്ടുള്ള സിനോണിംസ് പഠിച്ചു. അബണ്ടന്റ്, പ്ലെന്റിഫുൾ ധാരാളം, അഡ്വേഴ്സിറ്റി മിസ്ഫോർച്യൂൺ നിർഭാഗ്യം. ഓക്കെ, അലീവിയേറ്റ് ചെയ്യുക, റിലീവ് ചെയ്യുക, ആശ്വസിപ്പിക്കുക. ഓക്കെ, ആംബിഗസ് എന്ന് വെച്ചാൽ രണ്ടർത്ഥം ഉള്ളതുകൊണ്ട് തന്നെ അത് അൺക്ലിയർ ആണ് ആംബിഗസ്. അതിന്റെ കൂടെ നമ്മൾ പഠിച്ചാണ് ആംബിഡെക്സ്ട്രസ്. അത് രണ്ട് കൈയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ആംബിഡെക്സ്ട്രസ്. ദെൻ അമിയബിൾ. അമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്. അനിമോസിറ്റി ശത്രുതയാണ്. ഹോസ്റ്റിലിറ്റി പ്രതികാരം. അനിമോസിറ്റി പ്രതികാരം വേണ്ട, ശത്രുത വെച്ചാൽ മതി. പ്രതികാരം റിവഞ്ചാണ്. അപ്രഹെൻസീവ്. അപ്രഹെൻസീവ് ഫിയർഫുൾ ആണ്. നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ സിനോനിം ആയിട്ടാണ് പഠിച്ചെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ അതെന്താണ്, അത് അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ്. ഇന്റർപ്രറ്റ്, ഫിയർലെസ്. ഇന്റർപ്രറ്റ് ഫിയർലെസ് ആണ്. അപ്രഹെൻസീവ് ഫിയർഫുൾ ആണ്. അരഗന്റ് ആരായിരുന്നു? അരഗന്റ് എന്ന് പറഞ്ഞാൽ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അരഗന്റ്. ഹോട്ടി, അരഗന്റ്. അവരെപ്പോഴും അവരെ പുകഴ്ത്തിക്കൊണ്ട് നടക്കും. ഓക്കെ, ബോയ്സ്റ്റി. ബോയ്സ്റ്റി എന്ന് വെച്ചാൽ പുകഴ്ത്തുക. സ്വയം പുകഴ്ത്തുന്നതിനാണ് ബോയ്സ്റ്റി എന്ന് പറയുന്നത്. വേറൊരാളെ പുകഴ്ത്തുന്നതിനാണ് ഫ്ലാറ്ററി. ഓക്കെ, സ്വയം പുകഴ്ത്തുക ബോയ്സ്റ്റി. നെക്സ്റ്റ് അസ്റ്റൗണ്ട് അല്ലെങ്കിൽ അസ്റ്റോണിഷിംഗ്, ദാറ്റ് ഈസ് അമേസ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ഓതന്റിക്. ഓതന്റിക് എന്താണ്? ജെനുവിൻ. ഓക്കെ, അതാ നമ്മൾ നേരത്തെ പഠിച്ച പേര് ബെല്ലിജറന്റ്. യുദ്ധങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അഗ്രസീവ്. ഓക്കെ, സെയിം മീനിങ് ആണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് ബെല്ലിജറന്റ് ആയിട്ടുള്ള ആളുകൾ. ടോക്സിക് ആളുകളാണ്, അഗ്രസീവ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ബെനവലന്റ്. ബെനവലന്റ് എന്ന് വെച്ചാൽ കൈൻഡ് ആണ്, ദയ. ബെനവലൻസ്, കൈൻഡ്നസ്. ബെനവലന്റ് കൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്. ഹീസ് ബെനവലന്റ് എന്ന് പറഞ്ഞാൽ അവൻ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഷീസ് ബെനവലന്റ്, കൈൻഡ്. ദെൻ കാൻഡിഡ്. കാൻഡിഡ് എന്ന് വെച്ചാൽ ഓണസ്റ്റ്. എന്താണ് കാൻഡിഡ് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാമറയിലോട്ടൊന്നും നോക്കാണ്ട് വേറെ എവിടെയൊക്കെ നോക്കിയിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ ക്യാപ്ചർ ചെയ്തതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക ചെയ്യും. ഓക്കെ, അത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരും നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? കാൻഡിഡ് ആണ്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഓണസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് അവിടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കാൻഡിഡിന്റെ അർത്ഥമാണ് എന്ത്? ഓണസ്റ്റ്. ഓക്കെ, കറ്റാസ്ട്രോഫി എന്താണ്? ഡിസാസ്റ്ററുകളാണ്. നാച്ചുറൽ കറ്റാസ്ട്രോഫി അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ്. കറ്റാസ്ട്രോഫി, ഡിസാസ്റ്റർ. നാച്ചുറൽ ചേരുമ്പോൾ അതെന്താവും? പ്രകൃതി ദുരന്തങ്ങളാണ്. ഇവിടെ വെറും കറ്റാസ്ട്രോഫി, ഡിസാസ്റ്റർ. ഓക്കെ, ദെൻ കോഷ്യസ്. കോഷ്യസ് എന്താണ്? എപ്പോഴും ശ്രദ്ധിച്ച്, കെയർഫുൾ.
ശ്രദ്ധയുള്ള, കോഷ്യസ്. ഓക്കെ, ദെൻ കമ്പാഷൻ, സിമ്പതി. നമ്മൾ സിമ്പതി പഠിച്ചു. കമ്പാഷൻ. ഓക്കെ, സിമ്പതിയാണ്. കമ്പാഷൻ, സിമ്പതി. ദെൻ അടുത്തത് കൺസീൽ. കൺസീൽ ചെയ്യുക, കൺസീൽഡ് ടെൻഡർ. കൺസീൽ, ഹൈഡ്, ഒളിപ്പിച്ചു വെക്കുക, ഒളിപ്പിച്ചു വെച്ച, അതാണ് കൺസീൽ ചെയ്യുക. എന്തായാലും നമ്മൾ സീൽ ചെയ്യുന്നു. കൺസീൽ ചെയ്യുക, ഒളിപ്പിച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കോൺസ്പിക്വസ്. കോൺസ്പിക്വസ് എന്താണ്? പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന, നോട്ടീസബിൾ. ഓക്കെ, കോൺസ്പിക്വസ് ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് എന്ത്? കോൺസ്പിക്വസ്. അത് നോട്ടീസബിൾ ആണ്, ക്ലിയർ ആണ്, ക്ലിയർലി വിസിബിൾ ആണ്, പെട്ടെന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന, ആളുകൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകളൊക്കെയാണ് എന്ത്? കോൺസ്പിക്വസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺട്രവേഴ്സി. കോൺട്രവേഴ്സി നമുക്കറിയാം, ഒരു ബിഗ് കോൺട്രവേഴ്സി, ഒരു തർക്കമാണ്, ഡിസ്പ്യൂട്ട്. ഓക്കെ, കോൺട്രവേഴ്സി, ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ് ക്രെഡിബിൾ, ബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റുന്ന. ക്രെഡിബിൾ, ക്രെഡിബിലിറ്റി, വിശ്വാസീയത. എന്തിന്റെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ വിശ്വാസീയത. ഇവിടെ ക്രെഡിബിൾ, ബിലീവബിൾ. അപ്പൊ നമ്മൾ ഇൻക്രെഡിബിൾ, ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ, നമ്മളൊരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ഓപ്പോസിറ്റ് മീനിങ്. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് നമ്മുടെ കൺമുന്നിൽ കണ്ടതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനാണ് എന്ത് പറയുന്നത്? ഇൻക്രെഡിബിൾ. ഇൻക്രെഡിബിൾ, ക്രെഡിബിൾ, ബിലീവബിൾ, ഇൻക്രെഡിബിൾ, അൺബിലീവബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം എക്സ്ട്രാ 20 സിനോണിംസ് കൂടി പഠിച്ചു. നമ്മൾ ആദ്യം തന്നെ നമ്മൾ അന്ന് പഠിച്ച സിനോണിംസ് റിവൈസ് ചെയ്തു, അതിന്റെ ഓപ്ഷൻസ് റിവൈസ് ചെയ്തു, നമ്മൾ കുറച്ച് ഇഡിയംസ് റിവൈസ് ചെയ്തു. ദെൻ നമ്മൾ 30 വൺ വേർഡ്സ് പഠിച്ചു. 30 വൺ വേർഡ്സ് പഠിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, ഒരു ദിവസമായി 30 വെച്ചൊന്ന് കൂട്ടി നോക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ വലിയ ഒരു PDF തരാം അടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഇത്ര വെച്ചിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ പഠിച്ചതെല്ലാം തറവായിട്ട് പഠിച്ചു വെക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും പഠിക്കാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ ആൻസർ മൈൻഡിൽ വരുന്നുണ്ടോ നോക്കണം. ഓക്കെ, അബണ്ടന്റ്, ധാരാളം. അഡ്വേഴ്സിറ്റി, അഡ്വേഴ്സിറ്റി എന്തായിരുന്നു? മിസ്ഫോർച്യൂൺ, നമുക്ക് പ്രതികൂലം. പ്രതികൂലം എന്നുള്ള അർത്ഥമാണ്. അലീവിയേറ്റ്. ആംബിഗസ്, രണ്ട്, ആംബിഗസ് രണ്ടർത്ഥം. ദാറ്റ് ഈസ് വൈ ദാറ്റ് ഈസ് അൺക്ലിയർ. അമിയബിൾ, അമിഗോസ് എന്നുള്ള ഓർക്കുക, അമിയബിൾ, ഫ്രണ്ട്ലി. അനിമോസിറ്റി, അനിമോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശത്രുത, ഹോസ്റ്റിലിറ്റി. അപ്രഹെൻസീവ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡാണ്, പക്ഷെ ഓർത്ത് വെച്ചു. അപ്രഹെൻസീവ്, പക്ഷെ മീനിങ് സിമ്പിൾ ആണ്. ഫിയർഫുൾ, പേടിയുള്ള, അതാണ് അപ്രഹെൻസീവ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രപ്പിഡ്, ഫിയർലെസ്. അത് കഴിഞ്ഞിട്ട് അരഗന്റ് പഠിച്ചു. അപ്രഹെൻസീവിന്റെ കൂടെ വേണമെങ്കിൽ ആൻസൈറ്റി ഒക്കെ വേണമെങ്കിൽ ഓപ്ഷൻ ആയിട്ട് വരാം. അങ്ങനെയാണ്, അതും ശരിയാണ്. അപ്രഹെൻസീവ്, പേടിയാ. ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ്. ഓക്കെ, അരഗന്റ്, ഹോട്ടി. കൺസീറ്റഡ് എന്നുള്ള അർത്ഥമുണ്ട്. സെൽഫ് സെന്റേർഡ് ആണ്, ഈഗോയിസ്റ്റുകളാണ് അരഗന്റ്. അസ്റ്റൗണ്ട്, അസ്റ്റൗണ്ട് എന്ന് വെച്ചാൽ അമേസ്, വണ്ടർഫുൾ. ദെൻ ഓതന്റിക്, ഓതന്റിക് ജെനുവിൻ അല്ലെങ്കിൽ ബോണഫൈഡ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ്. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ബോണഫൈഡ്, ജെനുവിൻ. ഓതന്റിക്, ഓതന്റിക് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. നെക്സ്റ്റ് ബെല്ലിജറന്റ്. ബെല്ലിജറന്റ് പസിഫിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. വാർ ലൈക്ക്, വാർ ലവേഴ്സ് ആണ്, അഗ്രസീവ് ആണ്.
ഓക്കെ, ദെൻ ബെനവലന്റ് കൈൻഡ് ആണ്, ദയ, ബെനവലൻസ്, കൈൻഡ്നെസ്. ഓക്കെ, കാൻഡിഡ് ഓണസ്റ്റ്. ഓക്കെ, ഓണസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ, ഓണസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഓണസ്റ്റ് സത്യസന്ധമായ എക്സ്പ്രഷൻ. ദെൻ കറ്റാസ്ട്രഫി ഡിസാസ്റ്റർ ദുരന്തം, കോഷ്യസ് കെയർഫുൾ, കോഷ്യസ് ആയിട്ടിരിക്കും. നമ്മൾ കോഷ്യസ്, ടേക്ക് കോഷൻ എന്നൊക്കെ പറയാറില്ലേ, ജാഗ്രത പാലിക്കുക, അതാണ്. ദെൻ കമ്പാഷൻ വിത്ത് സിമ്പതി, കൺസീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യുക. കോൺസ്പിക്വസ്, ഇതൊക്കെയാണ് കുറച്ച് പാടായി. കോൺസ്പിക്വസ് ഒക്കെ സ്പെല്ലിംഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്, മിസ്പെൽഡ് വേർഡ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഇതിലും കോൺസ്പിക്വസ് വരാറുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് പാടായിട്ടുള്ള 2 വേർഡ് പഠിച്ചുള്ളൂ, അപ്രഹെൻസീവ് അതേപോലെ തന്നെ ഈ കോൺസ്പിക്വസ്. മൊത്തം 7 പഠിച്ചതിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അത് രണ്ടും, അപ്രഹെൻസീവ് എന്തായാലും ഫിയർഫുൾ ആയിരുന്നു. കോൺസ്പിക്വസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഭയങ്കര പൊക്കമുള്ള ആളുകൾ ഒരു കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന അവരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, അവരെല്ലാം കോൺസ്പിക്വസ് ആണ്, നോട്ടീസബിൾ ആണ്. കോൺട്രവേഴ്സി അറിയാം, തർക്കം, ഡിസ്പ്യൂട്ട്. ക്രെഡിബിള് ബിലീവബിൾ, ഓപ്പോസിറ്റ് ആണ് ഇൻക്രെഡിബിൾ, അൺബിലീവബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? 30 വൺ വേർഡ്സ് പഠിച്ചു, 20 പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനോണിംസ് പഠിച്ചു. അതുപോലെ തന്നെ പഴയ ക്ലാസ്സുകളിലെ സിനോണിംസും അതേപോലെ ഇഡിയംസും നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടി റിവൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴേലും ഇത്രയും സംഭവങ്ങൾ തറവായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്ട്രാ എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈസൽ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി കൂട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അത് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചു പോവുക, സ്ഥിരമായിട്ട് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയുള്ള ആളുകൾ ഉണ്ടാവും ഇതിനകത്ത്, അതേപോലെ ഇതിനു വേണ്ടി തന്നെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും സമയം എന്ന് പറയുന്ന ഒരേപോലെയാണ്. പക്ഷെ ചിലർക്ക് ഒക്യുപ്പൈഡ് ആയി പോകും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും എക്സാം സെയിം ആണ്. അപ്പൊ കൂടുതൽ പഠിച്ച ആൾക്കാർക്കായിരിക്കും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അവര് ഇപ്പൊ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ മറ്റവര് വീട്ടിലല്ലാണ്ടിരുന്ന് പഠിക്കുന്ന ആ സമയം കൂടെ കോംപ്രൈൻറ്റ് ചെയ്യുന്ന രീതിയിൽ സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ട് മാത്രം നമുക്ക് എക്സാമിൽ ഇളവൊന്നുമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കണം. ഓക്കെ, എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക, ടിപ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആയിട്ട് ചെയ്യാണ്ടിരിക്കുക, റെഗുലർലി ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതിന് നോട്ട്സ് നമ്മൾ ഇതിനകത്ത് ഇടും, പഠിക്കുക. ഏതർ നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.